Hello guys. Hello guys. Welcome back to another episode of Travel with Me series with ABB. And the camera woman Leah present. So എന്നോട് ചോദിക്കേണ്ട പറയണ്ട കയ്യിൽ നിന്ന് ക്യാമറ തട്ടിപ്പറിച്ചോണ്ടെങ്കിൽ ക്യാമറമാൻ അല്ലേ ക്യാമറ പിടിക്കണ്ടേ? ഓക്കെ ഗൈസ്, സോ വളച്ചു കെട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ട്രാവൽ സീരീസിന്റെ അടുത്ത ഡെസ്റ്റിനേഷനിലാണ്. നമ്മൾ ലോക്കലൊന്നും വരാം, നമ്മൾ ഇന്റർനാഷണൽ അല്ല, നിങ്ങൾക്ക് വേണ്ടി ഇന്റർനാഷണൽ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് Hola, ¿cómo estás? We are in Cancun, മെക്സിക്കോയിൽ. ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിന്റെ തെരുവുകളിൽ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ടാക്സിയിലെ ഊബറാന്ന് തോന്നുന്നു. നല്ല ഒന്നാന്തരം ചൂടാണ്. ചൂടാ, ഭയങ്കര ചൂടാ. നല്ല പക്ഷെ ഇപ്പോൾ ഒരു തണലും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഒന്നും കഴിച്ചിട്ടില്ല. 2 മണിക്കൂറാണ് ഞാൻ കിടന്നേക്കുന്നത്. Insane. But we're here for you guys. We're excited to show you guys a couple of spots in Cancun. I know. മനസ്സിലായല്ലോ ഞങ്ങളിപ്പോ മെക്സിക്കോയിലാന്നുള്ളത്. കള്ളം പറഞ്ഞല്ല ഗൈസ്. സോ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പെട്ടി ഇങ്ങനെ മുറുക്കെ പിടിച്ചേക്കോ അത് തട്ടിക്കൂടുമായിരിക്കാൻ വേണ്ടി. എന്താ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? We're excited to show you guys like 1-2 spots. Look, we're not going to do a lot of traveling. It's gonna be പ്രധാനമായിട്ടും ഞങ്ങളൊരു വെഡിങ്ങിന്റെ ആവശ്യത്തിന് വന്നതാണ്. So one day കിട്ടുമായിരിക്കും. Tomorrow's the wedding. So wedding കഴിഞ്ഞു കഴിഞ്ഞാൽ we have like a couple of days. Okay, ഞങ്ങളുടെ ടാക്സി വന്നു ഗൈസ്. ബാക്കി ഞങ്ങൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് തോന്നുന്നു ടാക്സി ഇറ്റ്സ് കമ്മിങ്. കറങ്ങി വരാണ്. റെന്റൽ കാർ എടുക്കാൻ പോവാ ഞങ്ങൾ. ആ വണ്ടി അങ്ങ് പോയി കറങ്ങി. എല്ലാവരുടെയും ഫോൺ പടപട അടിച്ചോണ്ടിരിക്കും കേട്ടോ. ഇതെന്താ സംഭവം മനസ്സിലാവില്ല, വായിച്ചായിട്ട് മനസ്സിലാവും. അതില്ല, അതാണ് അവസ്ഥ. പക്ഷേ ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞാൽ ഓക്കെ. ബൈ ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടൽ. പ്രൊമോഷൻ ഒന്നല്ല. 10 out of 10. വന്നില്ലേ? ഓക്കെ. സോ ഞങ്ങളിപ്പം നടക്കുക. അങ്ങോട്ട് വെയില ഗൈസ്. അപ്പം ഇങ്ങോട്ട് കിടക്കാം. കുറേ ഷോപ്പിംഗ് ഏരിയാസും കടകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. യു OCD or what? I mean, ഞാൻ ഇങ്ങനെ ചെരിച്ചും മറിച്ചും തിരിച്ചൊക്കെ എടുക്കും. സോ ഹീസ് ലൈക്ക് നേരെ പിടിക്കുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്യട്ടെ. എന്തായാലും ഇത് ഈ ഹോട്ടൽ ഇതിരിക്കുന്നത് റിസോർട്ട് ഇരിക്കുന്നത് ഇവരുടെ ഇതിന്റെ കാൻകൂണിലെ ഹോട്ടൽ സോൺ എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. ഒരു സോണിലാണ്. സോ ബേസിക്കലി this entire strip is basically full of hotels, and this area is more kind of like secure. I wouldn't suggest like walking around at night, but safer. You can walk around freely, and it's nice. Especially right now, it's like 6 o'clock, sun's kind of like setting, and it's like really windy, not hot. So nalla vibe. Basically പറഞ്ഞു തന്നാൽ നല്ല vibe guys. മെക്സിക്കൻ തെരുവുകളിൽ കൂടെ തേരാപാര നടത്തമാണ് സുഹൃത്തുക്കളെ. ഞങ്ങളിപ്പോ ഒരു സൂവനിയർ ഒക്കെ വാങ്ങിച്ചു. അതിൻ്റെ അകത്തെടുത്ത് പൂട്ടി വെച്ച് കാൻകൂൺ ആകുമ്പോൾ നമ്മൾ ഒരു വൈബൊക്കെ വേണ്ടേ? ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ട്രീറ്റ്. ഇവിടെ ഫുൾ ഇങ്ങനെ ഗിഫ്റ്റ് ഷോപ്പ്, ചെറിയ ചെറിയ ഗിഫ്റ്റ് ഷോപ്സ്, കഴിക്കാനുള്ള കടകള്. ഈ സ്ട്രീറ്റ് ഫുൾ അതാ. ആൻഡ് there's more hotels, resorts. അതിന്റെ മെയിൻ കാരണം ഇത് മറ്റേ ഈ ഹോട്ടൽ സോൺ ആയതുകൊണ്ട് ഇവിടെ കൂടുതലും മറ്റേ ഈ ക്ലബുകളും പിന്നെ റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ. നമ്മൾ ഈ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ച് കയറ്റുന്ന പോലത്തെ പരിപാടി. ഇങ്ങനെ ഒരാളിങ്ങനെ നോക്കി നിൽപ്പുണ്ട്, ബാന്നൊന്നും വിളിച്ചോണ്ടിരിക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ വന്ന് കഴിച്ചിട്ട് പോകുന്നൊക്കെ പറയുന്നത്. അത് ഏറ്റവും കോമഡി. ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവർ ഇങ്ങോട്ട് പറയുന്നത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഓക്കെ നെക്സ്റ്റ് ടൈം കൈ കാണിച്ചിട്ട് അനിയന്നിൽ. ഇത് എനിക്ക് ഇത് കാണുമ്പം ആക്ച്വലി അറ്റ്ലാന്റിക് സിറ്റി ഓർമ്മ വരുന്നത്. അവിടത്തെ ഒരു വൈബ് ഉണ്ട് ഈ സംഭവം. I think it's a mall. ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ജീവനും കൊണ്ട് ഓടിയതായി കണ്ടത്.
ഞങ്ങൾ അതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ കുറെ വെള്ള ഇട്ട ആൾക്കാരുണ്ട്. വെള്ളയും എല്ലാവരും വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത്. ഈ കടയുടെ ഒക്കെ ഫ്രണ്ടിൽ ഈ ആൾക്കാരിങ്ങനെ നിൽക്കുക. നമ്മൾ വരുമ്പോൾ ഒരാൾ വന്ന് പിടിച്ചു നിർത്തി ഞങ്ങളെ കയറും. ഞങ്ങൾ കുറെ കണ്ടു. മാന്യമായി നോക്കാന്ന് വെച്ചപ്പോൾ സമ്മതിക്കുന്നില്ല. ഒരു കടയിൽ നടക്കുമ്പോൾ അടുത്ത ആള് മറ്റേ കടയിലോട്ട് വലിച്ചുകൊണ്ട് പോകും. അതായിരുന്നു അവസ്ഥ. ഞങ്ങളിപ്പോ ഓടി വരുന്നത് സംഭവം രസമാണ്. ഐ മീൻ അവര് ചെയ്യുന്നതാണ്, ആൾക്കാരെ പിടിക്കാൻ ആൾക്കാർ വന്ന് മേടിച്ച് കൊണ്ടുപോകാന്നുള്ള ഇതാണ്. പക്ഷേ പിന്നെ ഒരിത് നോക്കാന്നുണ്ടെങ്കിൽ നമ്മളിത് വെച്ച് ഇവര് കത്തി വിലയാകും. യൂഷ്വലി ടൂറിസ്റ്റുകളെ കാണുമ്പോൾ എല്ലായിടത്തുള്ളതാണല്ലോ. എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ട് വാങ്ങാന്നൊക്കെ വിചാരിച്ച് പോയതാ. പക്ഷെ അവർ വന്ന് ഇൻറ്ററോഗേറ്റ് ചെയ്യുക. കണ്ടിട്ട് പേടിയായി. എനിക്ക് ബ്രൈഡൊക്കെ വേണം. എൻ്റെ ബ്രൈഡ് ഒരു ആൾക്കാർ വന്ന് ബ്രൈഡ് വേണോ, മെക്സിക്കൻ ബ്രൈഡ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ബൈ. നിക്കാതെ തിരിഞ്ഞോടി. ഞങ്ങളൊരു പകുതി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വന്നു. പിന്നെ സൈഡ് വഴി ഇങ്ങോട്ട് ഇറങ്ങി ഒരു ഓട്ടോ ഓടി. പക്ഷെ ഇതൊരു രസമാണ് ഇത്. പക്ഷെ ഇത് ഫുള്ളിങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ മാർക്കറ്റുകളാണ്. Yes. Okay, that's down here Chichen Itza. They head down 3 kilometers on the left side here to Chichen Itza. Hello guys, we are back again. This is what, day 1, 2, 3? Day 3. This is day 3. So ഇന്നലെ കല്യാണമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അലയംവിളിയിലെ നിങ്ങൾ കണ്ടു വേറെ മറ്റേ വീഡിയോ. അത് വേറെ വ്ളോഗായിരിക്കും. ഇന്നലെ ഒഫീഷ്യലി കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് തണ്ട ഇറങ്ങിക്കുവാണ്. ആകെ ഒരു ദിവസമുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എൻ്റെ കോലം കണ്ടിട്ട് ഡോണ്ട് ജഡ്ജ് മീ ഗൈസ് ബിക്കോസ് ഇറ്റ്സ് സോ ഹാർഡ്. ജഡ്ജ് കമന്റ് ജഡ്ജ്. ഇറ്റ്സ് സോ ഹാർഡ് ആൻഡ് നല്ല വെയിലും അങ്ങോട്ട്. ഇവിടെ വെയിലില്ല, പൊരിഞ്ഞ വെയിലാണ്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 9. I think it's like 9:20, 9:30 in the morning. I think they run an hour behind. അല്ലേ ഇവിടെ കാൻകൂണിൽ it's 1 hour. പിന്നെ which is still Cancun അല്ലേ? It's no, not it's like not Cancun. Oh, it's not Cancun. Okay. Cancun there is from Cancun where we stayed at from the hotel zone there's ഇങ്ങോട്ട് 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. And like 1 മണിക്കൂർ ഡിഫറൻസ്. റോഡ് നല്ല ഡ്രൈവ് ചെയ്യാൻ നല്ല ഇതാണ്. ഇറ്റ്സ് ലൈക്ക് സ്ട്രെയിറ്റ് റോഡ്. വേറെ മെനക്കേടൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി പ്രശ്നമൊന്നുമില്ല. ഡ്രൈവ് അങ്ങനെ മടുക്കത്തില്ല. We are going to visit one of the new 7 wonders of the world. 2007 അറിയിച്ച അല്ലെങ്കിൽ വൺ ഓഫ് ദ വണ്ടേഴ്സ് ആയിട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത ഒരു സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ല. ഇത്രയും ഡ്രൈവ് കൂടുതലായതുകൊണ്ട് ഇന്നലെ രാത്രി എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയപ്പം ഒരു സമയമായതുകൊണ്ട് ഇപ്പം 4 മണിക്കൂർ ഉറക്കത്തിലാണ് ഇപ്പം നടക്കുന്നത്. കണ്ണാടി വെച്ചേക്കുന്നതിന് കണ്ണിൻ്റെ പോകുന്നൊരു അവസ്ഥ കാണത്തില്ല. 2 സ്ഥലങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. വേറെ ഒരുപാടൊന്നും നടക്കത്തില്ല ബിക്കോസ് സമയമില്ല. ലീവിങ് ടുമോറോ. സോ അപ്പോൾ അതുകൊണ്ട് 2 സ്ഥലങ്ങൾ അതെല്ലാം അടുത്തടുത്ത് തന്നെ ഇവിടെ തന്നെയാണ്. സോ ഐ ഗെസ് like we'll just do what we can and then also we want to eat good food. Oh my god guys, we're already here. ഞാൻ വിചാരിച്ചു കുറേ നടക്കാനുണ്ടായിരിക്കും. പക്ഷേ you see it? ഞാനും കുറേ നടക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി ഇവിടെ ഒട്ടും തണൽ സ്ഥലം ഇല്ലായിരിക്കും എന്ന്. I was so scared because വലിയ തണലില്ലാത്ത പ്രദേശമാണെങ്കിൽ okay like if I feel like I need to pass out like I can't just pass out in the middle of the ground. Yeah, so അപ്പോൾ അതുകൊണ്ട് ഇവരെന്നെ പേടിപ്പിച്ചായിരുന്നു. ഞാൻ ഒത്തിരി ഇങ്ങനെ ഓരോരുത്തർ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അവർ പറഞ്ഞ മെയിൻ ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയയിലോട്ട് ആക്ച്വലി ഓപ്പൺ ആണ്. ആക്ച്വലി ഞാൻ ഇപ്പോൾ കാണുന്നത് അത് ഓപ്പൺ ആണ്. ഓ ഷോ യു ഗൈസ് ലൈക്ക് ഇവിടെ സംഭവം കാണത്തില്ല ബട്ട് ലൈക്ക് there's മരങ്ങളുണ്ട് ഭാഗ്യത്തിന്. ഇവിടെ ഓരോ സംഭവങ്ങളുണ്ട്. I feel so much relieved. Yeah, so അതുകൊണ്ട് ഞാൻ മൂടാൻ വരെ ജാക്കറ്റ് വരെ എടുത്തിട്ടുണ്ട്. So അപ്പോൾ ഗൈസ് in 3, 2, 1 so this is ഇതെന്ന് പറയുന്നത് so it's actually El Castillo. Chichen Itza എന്ന് പറയുന്ന it's basically a Mayan spot like a temple or a city actually. Mayan city. അവിടെയുള്ള ഇതാണ്. It's like a archaeological historic place. ഇപ്പോൾ കാണിച്ചത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഇതിനെയാണ് ആക്ച്വലി Chichen Itza എന്ന് പറയുന്ന സിറ്റിയാണ് ആക്ച്വലി ഇവർ വൺ ഓഫ് ദ 7 wonders of the world എന്ന് പറഞ്ഞ ആൾക്കാർ. സോ ഈ പറയുന്നത് ഇറ്റ്സ് El Castillo. ഇത് ഇവരുടെ ദൈവമായ കുക്ലാൻ എന്ന് പറയുന്നൊരു സർപ്പൻ ഗോഡ്. ആ സർപ്പൻ ഗോഡിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ടെമ്പിളാണിത്. സോ ഇതിൻ്റെ
കുറേ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ ടൂർ ഗൈഡ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ but actually there's like one of the main things that stood out was they have like 365 steps. Each steps like shows the each day of the year. The Mayan East archaeological site is like at least 1,000 years old. The sheer size of this is insane. കുറച്ച് മുമ്പ് ഇവിടെ നിന്നപ്പോൾ തണലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നതാണ്. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. അയ്യോ ചൂടെടുക്കുന്ന ഇറ്റ്സ് ജസ്റ്റ് ടു ഹോട്ട്. അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മതിയാവും. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നടുക്ക് നിൽക്കണമെന്ന്. പിന്നെ ഈ കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഓൾറെഡി കാണിച്ച്. ആ കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ മയൻസ് എന്ന് പറയുന്നത് ഇവർ ആസ്ട്രോണമിയിലും ഇതിൻ്റെ ആർക്കിടെക്ചറിലും ഭയങ്കരമായിട്ട് പേര് കേട്ട ആൾക്കാരെ. they were so advanced for their time. It was built like almost like 1,000 years ago. അപ്പോൾ അവർ ഭയങ്കരം ആർക്കിടെക്ചറിലും ആസ്ട്രോണമിയിലും എല്ലാം ഭയങ്കരം അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ചില സമയത്ത് ഐ തിങ്ക് ലൈക്ക് ഡ്യൂറിങ് എക്നോക്സസ് ഇവരുടെ ഈ അതിൻ്റെ വെട്ടം വരുന്ന സണ്ണിൻ്റെ വെട്ടം വരുന്നതനുസരിച്ച് ആക്ച്വലി it will look like it's a serpent slithering down the temple. അങ്ങനെ ആ രീതിയിൽ like there's like we still don't know how like പിരമിഡുകളൊക്കെ എങ്ങനെ അവർ ആ സമയത്ത് പണിയെന്ന് ചോദിച്ച പോലെ തന്നെ ഇത് ആ സമയത്ത് അവരെത്ര എങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതുപോലെ നമുക്ക് ലൈക്ക് ഈവൻ റൈറ്റ് നൗ ദാറ്റ്സ് വൈ ഇറ്റ്സ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഈ ആ സ്റ്റെപ്പുകളെന്ന് ഉദ്ദേശിക്കുന്നത് ആ നടുക്ക് ഇതാ കാണുന്ന സ്റ്റെപ്പുകളാണോ? അത് ഇതിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ 365 കാണാം. നമുക്ക് ഇനി അടുത്തത് ഫാസ്റ്റ് ഫോർവേഡ് ഇവിടെ ഇരുന്ന് എണ്ണുന്നത് കാണാം. ഇവിടുന്ന് നോക്കുമ്പോൾ ഇറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് ദാറ്റ് ബിഗ്. ഓ ഷീസ് ആക്ച്വലി കൗണ്ടിങ്. ഇവിടെ നോക്കുമ്പം അത്ര വലുപ്പം തോന്നത്തില്ല, പക്ഷേ അതിൻ്റെ കീഴിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ്. ആൻഡ് ഓൾസോ ഈ 365 സ്റ്റെപ്പുകൾ ആക്ച്വലി പണ്ട് കയറാവുന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെ ആക്ച്വലി പോയി കണ്ട് പരിചയപ്പെട്ട ഒരു ആൻറ്റി ലൈക്ക് അങ്ങനെ എനിക്കറിയത്തില്ലായിരുന്നു ഇത് കയറാൻ പറ്റുമെന്ന്. പക്ഷേ അവിടുത്തെ ആൻറ്റി പറഞ്ഞായിരുന്നു പണ്ട് അവർ കയറുമായിരുന്നു. അതിന് കാല് നമുക്ക് നേരെ വെച്ച് കയറാൻ പറ്റത്തില്ല, സൈഡ് വെച്ചിട്ട് വേണം കയറാൻ. ഐ തിങ്ക് വാസ് വെരി ഡേഞ്ചറസ്. അതുകൊണ്ടായിരിക്കും അവർ നിർത്തിയത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് നിർത്തിയെന്ന് യുനെസ്കോ ആർക്കിയോളജിക്കൽ സൈറ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. സോ അപ്പോൾ അത് ബേസിക്കലി ഫുള്ള് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം പറ്റത്തില്ല. നന്നായി. അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. അതെ പറയാൻ പെട്ടേനെ. ഞാൻ ഇവിടെ താഴെ മരത്തിൻ്റെ ചോട്ടി കാണും. ഇവരുടെ ഇവർക്കൊരു വലിയൊരു ബോൾ കോട്ടുണ്ട്. എനിക്ക് എനിക്ക് അപ്പുറത്തെ ആ സൈഡിലാണ് ഈ മെസോ അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ബോൾ കോട്ട്. അതെല്ലാം ആക്ച്വലി അവരുടെ പൊളിറ്റിക്കലും സെറമോണിയലുമായിട്ടുള്ള ഒത്തിരി പരിപാടികൾക്ക് വേണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ദ ഹോൾ പ്ലേസ് ഈസ് one like it's something else like that's അവരുടെ ആ ഒരു സമയത്തെ വെച്ച് നോക്കുമ്പം it's a huge wonder. ഓൾസോ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തൊപ്പിയും കൊണ്ട് ആൾക്കാർ പുറകെ നടക്കുന്നു. ഗൈഡുകൾ. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് ജസ്റ്റ് അനോയിങ്. ഞങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പം കാറിന് നടുക്ക് വന്ന ആൾക്കാർ നിൽക്കുമായിരുന്നു. നിർത്തൂ എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഒരു ചേട്ടനോട് ഒരു 5-10 മിനിറ്റെങ്കിലും വേണ്ടി ചേട്ടൻ പൈസ കുറച്ച് ഞങ്ങൾക്ക് ലോ ലെവൽ വരെ പോയി. ഞങ്ങൾ പറയും വേണ്ട ചേട്ടാ. ഇവിടെ ഇപ്പോൾ വരുന്ന റോഡിലെ വഴിയിൽ മൊത്തം ലൈക്ക് ദേഴ്സ് ലൈക്ക് പീപ്പിൾ ഓഫറിങ് ടൂർ ഗൈഡ്സ്. പാർക്കിങ്ങിന് വേണ്ടിയുള്ള എല്ലാം ഉണ്ട്. സോ വൺ തിങ് ദാറ്റ് ഐ സോ വാസ് ലൈക്ക് ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ലൈക്ക് ഒഫീഷ്യൽ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്താൽ മതി, ഡോണ്ട് പാർക്ക് എനിവെയർ ഔട്ട്സൈഡ്. അവർ വില കുറവാണ്, ഇത് അത്രയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യും. ബട്ട് ട്രൈ ടു പാർക്ക് ഇൻ ദ ഒഫീഷ്യൽ പാർക്കിംഗ് ലോട്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു പുള്ളി നിർത്തി ആദ്യം സംസാരിച്ചു $1000. $1000 എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് $50-60 എന്ന് വെച്ചാൽ ഫുൾ ഒരു 1.5 like 2 hour കാരറ്റ് ടൂർ അതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ആക്ച്വലി ആദ്യം പറഞ്ഞില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ് സീസണാണ്, അതുകൊണ്ട് അങ്ങനെയാണെന്ന് ഞാൻ 60-600 ആക്കാം. പിന്നെ കുറച്ച് 400 ആക്കി, പിന്നെ 300 ആക്കി. ഇവരെങ്ങനെയാണെങ്കിലും മൊത്തം ടൂറിസ്റ്റ് അവർ ഇങ്ങനത്തെ താഴെയുണ്ട്. അതിനനുസരിച്ച് അവർ കാശ് ഉണ്ടാക്കും. നമ്മൾ ബാക്കിയുള്ള എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ. അതിനേക്കാളും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട് പോകുന്ന അവിടെ മൊത്തം ഈ ഗൈഡ് ഇഷ്ടം പോലെ ഇവർ ആൾക്കാർ നിൽപ്പുണ്ട്. വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച് വന്നാണ് ഇവർക്ക് ഇതായത്. ഇന്ന് ഈ ചൊറിഞ്ഞു നമ്മളെ ആ മൂടുമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായി ഇപ്പോൾ ഒരു തെറിവിളി വരുമെന്ന്. പക്ഷേ അകത്ത് പിന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് നൈസ്. പിന്നെ നമ്മൾ ടൂറിസ്റ്റുകളും ആൾക്കാർ പിന്നെ ഗൈഡ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഇല്ല. അതെ,
ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചോദിച്ചു എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന്. പറഞ്ഞത് കേൾക്കണം. പറ ഒന്നും പറ. ഞാൻ പറയാം എനിക്ക് പണ്ടാരത് കാണാൻ എനിക്ക് വെള്ളത്തിലറിയാം. ചൂട് വരെ ഇവിടം വരെ വരുന്നിടം വരെ നല്ല ആവേശമായിരുന്നു. എത്തിക്കഴിഞ്ഞ് ചൂടെടുത്ത് എനിക്ക് വെയിലുള്ള സ്ഥലം പറ്റൂല. വെയിലിന്റെ പുഴുങ്ങുവാ ഇന്നലെ മുടിയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ. സംഭവമൊക്കെ നല്ലതാ. കണ്ടു ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ചൊക്കെ കണ്ടു. അത്രേ പറ്റത്തുള്ളൂ. 10 മണി ആയതേ ഉള്ളൂ ഇവിടെ. ആക്ച്വലി നല്ല പൊരി വെയിൽ ചൂട്. പിന്നെ ഓസോ ഇത് മാത്രമല്ല പോട്ടേക്ക് വയ്ക്കാം. ഇതുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുറേ എന്തൊക്കെയൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ ഈ പന്ന ബിൽഡിങ്സ് ഇതൊക്കെ എന്തുവാ ഈ ശബ്ദം ആദ്യം എന്തൊക്കെയോ ചരിത്രമൊക്കെ ഭയങ്കര വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 minutes ലേറ്റർ ഈ പണ്ടാരൊക്കെ സംഭവമൊക്കെ നൈസാ. പക്ഷേ ഈ ചൂടിലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ എവിടെ നിന്ന് വരും ടൂറിസം തൊപ്പിയൊക്കെ വെച്ചോണ്ട്. സോ അപ്പൊ മറ്റോടത്തോട്ട് പോകുന്നുണ്ടോ എങ്ങനെയാ? സോ വാട്ട് വി കാൻ ഡു ഇസ് ലൈക്ക് ഇവിടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ആ തണലത്തെ കൂടെ പോയാൽ ഐ ഗസ് അവിടെ പോകാൻ തോന്നും. പക്ഷെ ഇതിൽ കൂടുതലല്ലാതെ എന്നെ കാണാനുള്ള ഇതാണ് മെയിൻ സ്ഥലം. സോറി ഞങ്ങളല്ല, ഇതാണ് മെയിൻ സ്ഥലം. എനിക്ക് ചൂടെടുത്തിട്ട് ബോധം പോയി. എന്റെ തഴുവറൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. ഞാൻ ഈ മരച്ചോട്ടിൽ പെട്ടു. ഈ മരം എന്റെ ആശ്രയം. സോ ഐ ഗസ് അവിടെ പോവാണെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നു, അവിടെ പോകുന്നോ ഇപ്പൊ തീരുമാനിച്ചോളൂ. ക്യാമറ എൻ്റെ ആണ്, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരും. ആക്ച്വലി വ്യൂ വെച്ച് കാണാൻ നല്ല രസം ഇതാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് ആക്ച്വലി ഒരു ലുക്കുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല. അത് മിക്കവാറും ഇന്നത്തെ എക്സ്പെഡിഷൻ ഇവിടെ തണലത്ത് ഇത്ര തണലത്ത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ആക്ച്വലി നല്ല കാറ്റുള്ളതുകൊണ്ട് പൂഴി അടിച്ചിറങ്ങുന്നുണ്ട്. പൂഴി എന്ന് പറയുന്നത് ഈ പൊടി. നമ്മൾ പൂഴി എന്നാണ് പറയുന്നത്. ഇത് കണ്ട നാട്ടിൽ കിടക്കുന്നവർക്കൊന്നും അറിയത്തൊന്നുമില്ല. മലയാളം അതാ നല്ലേ. കൊച്ചിക്കാർ ഇത് കേൾക്കണ്ട, നാട്ടിൽ കയറ്റൂല. ഞങ്ങളെ ചുറ്റും നടക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് മരങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ഇവരുടെ മായൻ റൂയിൻസിൻ്റെ ഭാഗങ്ങൾ. അതെ, ഇതെല്ലാം മായൻ റൂയിൻസിൻ്റെ ഭാഗങ്ങളാണ്. ഇതെന്താ സംഭവം? എന്തൊക്കെയോ അറിയാവുന്ന റിസർച്ച് ചെയ്ത ആളല്ലേ? അയ്യോ ഇല്ലല്ല, ഇതെങ്ങനെ എനിക്കറിയില്ല. കൊളംനാര ഓയസ്തെ എന്നുവെച്ചാൽ വെസ്റ്റ് കോളനി വലിയൊരു ബിൽഡിങ്. നമ്മുടെ ഈ പ്രദേശത്തെ തൂണൊക്കെ വെച്ചുള്ള വലിയൊരു ബിൽഡിങ്ങാണിത്. ഇതെല്ലാം 1000-2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഓർക്കുമ്പോ ഒന്നുമില്ല, ചൂടെടുത്തിരുന്ന അതിനും പഴകിയ വസ്തുവായത്. എന്താ പറയാനുള്ളത്? അത് വായിച്ചിട്ട് വല്ല മനസ്സിലായിരുന്നോ? ഇത് വലിയൊരു കോളം തൂണുകളുള്ള വെച്ച ഒരു വലിയൊരു ബിൽഡിംഗ്. അത്രയും നേരം വായിച്ചിട്ട് കിട്ടിയ ഇൻഫർമേഷൻ. ഇത് വായിക്കാതെ ഞാൻ പറയൂല. എന്തോ പറയാൻ വരുന്ന മിണ്ടണ്ട. ഒരു കൂടി House of the card columns. ഇവരുടെ റിലീജിയസ് യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു എന്തൊക്കെയൊക്കെ ഉണ്ട് ഇവിടെ. എന്താണ്
ഇതെന്ന് പറയുന്നത് ഒത്തിരി ലൈക്ക് ജോമെട്രിക് ഷേപ്സും അങ്ങനെ ഒത്തിരി കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല അല്ലേ? പറയുന്നത് ശരിയല്ല, എന്നാലും നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ ഈ ടിക് ടാക്ക് കളിക്കുമ്പോൾ ടിക് ടാക്ക് വരില്ലേ, എക്സും സീറോയും വെച്ച് കളിക്കുന്നതാണ്. ചിലപ്പോൾ അതായിരിക്കും പണ്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഈ കാട്ടി ജീവിക്കാൻ നേരത്ത് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ചൂടത്ത് എന്ത് ഇത് മൂടി നടക്കണേ സ്വെറ്റർ ടാനുണ്ട്. ഞാൻ ഇവിടെ ഈ സൈഡിൽ ഇരിക്കുന്നതല്ല, നമ്മൾ ഇന്ത്യക്കാരാണെന്ന് കാണുമ്പോൾ ഒരാളിപ്പം അവസ്ഥ വിളിച്ചു, അത് കഴിഞ്ഞ് ഒരാളുടെ സൈഡിൽ കൂടെ പോയപ്പോൾ $1 ഷാരൂഖ് ഖാൻ പ്രൈസ് എന്നൊക്കെ വിളിച്ചിരിക്കുക. ഈ ഇപ്പം കേട്ട ശബ്ദമില്ലേ, അത് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ആദ്യം കണ്ടു എനിക്കിപ്പോൾ കുറേ കേട്ട് ഇപ്പം അങ്ങോട്ട് ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇല്ല, അതിൻ്റെ ശബ്ദം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടോം ആൻഡ് ജെറിയുടെ ഒരു കാർട്ടൂൺ നേരത്തെ വിസിലടിച്ച് ഉണ്ടാക്കി കയറി കഴിയുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ. ബട്ട് വി ആർ ഫൈനലി ഔട്ട്. ഞങ്ങൾ ആക്ച്വലി ഫുള്ള് കവർ ചെയ്തു കണ്ടോ. എന്നെ പറ്റി പലതും പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ഫുൾ കവർ ചെയ്തു തണലത്തൂടെ നടന്ന് അങ്ങനെ അല്ലാണ്ട് വേണമെന്ന് വെച്ചല്ല. എടുത്ത ക്യാമറ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ ഇരിക്കുക. We had മറന്നു എന്താ കഴിച്ചത്? quesadillas. I think it's chicken quesadillas. ഞങ്ങളൊന്നും കുടിക്കാനൊന്നും വൈകില്ല, പ്ലീസ് പേടിയായിരുന്നു അതുകൊണ്ട് വാങ്ങിയില്ല. ബട്ട് കഴിച്ചു. ബിൽ ഫ്രൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജപ്പാനിലെ സ്പെഷ്യൽ ഫുഡുകൾ, ജപ്പാനിലെ വിശേഷങ്ങൾ, ജപ്പാനിലെ സംഭവങ്ങൾ. സോ ഇത് ഞങ്ങൾ മെക്സിക്കോയിലിരിക്കുമ്പോൾ തെരേസ ഇസ് ഇൻ ജപ്പാൻ. അത് കണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊതിക്കുക. ഐ വാണ്ട് ദിസ്. കൊള്ളാം. ഹലോ ഗൈസ്, സോ ഞങ്ങളിപ്പം കഴിക്കാൻ വന്നേക്കുവാണ്. ഒരാൾ അവിടെ ഉണ്ട്, ടയർഡായിട്ട് അവിടെ ഇരിക്കുക. പക്ഷേ ഐ തോട്ട് ഐ വുഡ് ഷോ യു ഗൈസ് ലൈക്ക് ഒരു നല്ല മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഐ മീൻ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത്. ഇറ്റ്സ് റിയലി നൈസ് കാണാനൊക്കെ, ലൈക്ക് എസ്തെറ്റിക്കലി പ്ലീസിങ്. ഇത് പ്രൊനൗൺസ് ചെയ്യാൻ I'm not even gonna try, പക്ഷേ ഇവിടെ ടയർഡായിട്ട് ഒരാളിരിപ്പുണ്ട്. യേശുക്രിസ്തു, ഇത് യേശുക്രിസ്തു മാതാവൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ നല്ലൊരു യേശുക്രിസ്തുവിൻ്റെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ആൻഡ് ഇവിടെ I guess it's like a home, like owned in the restaurant, not the like family owned business, I guess. I don't know. പക്ഷെ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. These are very cute. ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ. Hi. So ഒരാളുടെ ഫുഡ് വന്നു, എൻ്റെ ഡ്രിങ്കും വന്നു, ഇതും വന്നു. അപ്പോൾ അടുത്ത സാധനം വരും. ഒരു ചിരി എന്ന് വന്നു. മെക്സിക്കൻ കോഫി എന്ന് പറഞ്ഞ ഒരു സാധനമാണ്, പേര് ഞാൻ നോക്കുന്നില്ല. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ചുക്കാപ്പിയില്ലേ, ചുക്കാപ്പിട്ട് അങ്ങനത്തെ ഏതാണെന്ന് വെച്ചിട്ട് കാപ്പിയാണ്, പക്ഷെ അത്ര സ്ട്രോങ് ആണ്. പക്ഷേ ചുക്കാപ്പി വരാനായിട്ടാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത്രയും നേരം ഇരിക്കുന്നത് കണ്ടായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ലൈവായിട്ട് കിട്ടിയില്ല ആക്ച്വലി.
ഇതിപ്പോൾ എക്സ്പ്രഷൻ ഇട്ടതാ. പക്ഷേ ഈ ഏരിയ നമ്മളിപ്പം കഴിച്ചിട്ട് ഇറങ്ങിയ ആ ഭാഗത്തു നിന്നുള്ളതാണ്. സോ ഇറ്റ്സ് ബേസിക്കലി വയഡോള് ടൗൺ. ഇത് മൊത്തം നമ്മുടെ ആ ഒരു ഫോർട്ട് കൊച്ചി വരുന്നുണ്ട്. ഫോർട്ട് കൊച്ചി വൈബ്. This is spot number 2. Yes. So ഇത് ഇവിടെ എല്ലാം ഉള്ള യൂഷ്വലി ഉള്ള ലൈക്ക് സെനോട്ടെ എന്ന് പറയുന്ന സംഭവം. അത് ബേസിക്കലി സിമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പാറമഴ ഇങ്ങനെ പൊട്ടക്കുളം ഇല്ലേ, അതുപോലത്തെ സെറ്റപ്പ്. ഇതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ക്ലിയർ വാട്ടർ, വലിയൊരു കുഴിയാണ്, ഒരു കുളം. വെള്ളമെല്ലാം നിറഞ്ഞ ഇറ്റ്സ് ആക്ച്വലി ഒരു വലിയൊരു കുളം മാതിരി ഒരു സെറ്റപ്പാണ്. മൊത്തം നല്ല ക്ലിയർ വാട്ടർ. ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. ഭൂമിക്കകത്തായിട്ടാണ്. ചെന്നിട്ട് കാണിച്ചു തരാം. പക്ഷെ ഇവിടെ എങ്ങും ആരും ഇല്ല. ഞങ്ങൾ വേറൊരു സ്ഥലം ആദ്യം നോക്കിയത്. ഇത്തിരി കാണാൻ ഭംഗിയായിരുന്നു, പക്ഷേ സോ ക്രൗഡഡ്. ലൈക്ക് അതിനകത്ത് റിവ്യൂസ് ഒക്കെ വായിച്ചപ്പം ഇവിടെ ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവിടെ ക്രെഡിറ്റ് കാർഡുകളൊന്നും എടുക്കത്തില്ല. കുറേ സ്പോട്ടുകളൊന്നും ക്രെഡിറ്റ് കാർഡുകൾ എടുക്കത്തില്ല. ഇവിടെ ഇവരുടെ മെക്സിക്കൻ ഡോളർ ആൻഡ് പെസോസ് അതൊക്കെ. ഇതാണ് നടക്കുന്ന വഴി. നല്ല ഭംഗിയായിട്ടോ കാണാൻ. നല്ല ശാന്തമായ സ്ഥലമല്ലേ. മൂന്ന് ഫ്രണ്ട് നിൽക്കുന്ന ആൾക്ക് അവർ ഇംഗ്ലീഷ് സംസാരിക്കണം. അവർ ജസ്റ്റ് ഒരു ഞങ്ങൾ ആക്ച്വലി ഭാഗ്യത്തിന് കാർഡ് മാതിരി എടുത്ത് തന്നു. അതിനകത്ത് അവർ ഇത്ര 250 നമ്മുടെ US ഡോളറല്ലേ, ഇവർക്ക് മെക്സിക്കൻ ഡോളറാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ 2 വിളംബരം കണ്ടായിരുന്നു. സോ അപ്പോൾ അവർ പറഞ്ഞപ്പോൾ തന്നു ഭാഗ്യത്തിന്. നേരത്തെ ഇവിടെ വന്നിട്ട് വന്നു. അതുകൊണ്ട് So funny thing is there's nobody here, literally nobody here. സോ ഞങ്ങൾ മറ്റേ ഇപ്പോൾ കുറച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റേ നമ്മൾ ആ പിരമിഡിന് കണ്ടില്ലേ, ചീച്ചൻ ഇറ്റ്സ, ഫ്രം ദാറ്റ് സൈഡ്. അവിടെ നിന്ന് 10 മിനിറ്റ് മാറി there is one there. സോ അവിടെ ആക്ച്വലി ഒത്തിരി റിവ്യൂസ് നോക്കാൻ ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ, ബട്ട് ദ തിങ് ഈസ് ഇറ്റ്സ് it gets bad because most of the tour people they all take them there instead of like, you know, they don't വേറെ ഒന്നും കാണിക്കത്തില്ല തൊട്ടടുത്ത്. So it's more touristy, I guess, than ഈ place, which is, you know, ഭയങ്കര ശാന്തവും ക്വയറ്റുവാന്ന് തോന്നുന്നു. So this is the entrance. ഊഞ്ഞാലൊക്കെയാണോ അത്? കിടക്കാനുള്ള സ്ഥലങ്ങൾ. Okay, the moment of truth. ഗുഹയോ? ഇതിൻ്റെ അകത്ത് വെട്ടം വിളിച്ചൊക്കെ ഉണ്ട്. ഓ, I see the water. Oh wow, what a clear one. Oh my god, I'm scared. Wait, ഇതെന്നാ? Oh my god. ഇത്രയും സ്റ്റെപ്പ് ഉണ്ടോ താഴത്തോട്ട്? Oh my goodness. Oh my god, you guys. Actually മറ്റൊരിടത്ത് പോയായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമല്ല. We would have regretted it because it was so busy and നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അവിടെ കിട്ടത്തില്ല. ഇതിന് ഞങ്ങൾ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങാനുണ്ട്. പക്ഷേ ക്യാമറ പിടിച്ചിറങ്ങി ഞാൻ മൂക്ക് കുത്തി നേരെ വെള്ളത്തിൽ ചാടും. ആക്ച്വലിൻ്റെ അകത്തൊക്കെ നടക്കാൻ പേടിയാവും. വലിയ ചേട്ടന്മാരുള്ളത് നന്നായി. നടക്കാൻ പേടിയാവും. ഇവരുള്ളത് നന്നായിരുന്നു. ആരെങ്കിലും വിറ്റ്നസ് ചെയ്യാനുണ്ടല്ലോ. നീന്താ അറിയാൻ മേലാത്ത 2 പേര് വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പിടിക്കുന്നതാരെ.
കടലിൽ മീനാന്ന് തോന്നുന്നു കുത്തുന്നുണ്ട്. No, actually, നല്ല വെള്ളം. നീന്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ആക്ച്വലി അതിൻ്റെ ആ നമ്മൾ താഴെ നിന്ന് കണ്ട ആ കുഴി. ഇതാണ് സംഭവം. ഇതാ സെയിം ആ ലെവലിൽ നിന്ന് ബേസിക്കലി. അപ്പം നമ്മുടെ ഇന്നത്തെ സിനോട്ടെ നമ്മുടെ ചുറ്റിക്കറങ്ങൽ ഇവിടെ അവസാനിക്കുകയാണ്. മൊത്തം ഒരു 1.5 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്ത് എല്ലാ രസമായിരുന്നു. നല്ല തണുത്ത വെള്ളം, നല്ല നാച്ചുറൽ ബ്യൂട്ടിഫുൾ ക്ലിയർ വാട്ടർ, മൊത്തത്തിൽ അടിപൊളിയാണ്. ആക്ച്വലി ഇവിടെ മെക്സിക്കോയിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ക്യാൻകുൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആക്ച്വലി ഇതുണ്ട്. there's so many. ഞാനിപ്പോൾ മറ്റേ സ്ഥലത്തോട്ട് ഓരോരുത്തർ ഓടിച്ചു പോകുന്നതെല്ലാം അവിടെ ഇവിടെ വഴിക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. the thing to do is to find the one that's less crowded and like at least there's clear like there's good reviews. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ റെഡിറ്റിൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി പേര് നല്ല റിവ്യൂ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. മറ്റേ ചിച്ചൻ ഇച്ചയുടെ അടുത്തുള്ളത് it's crowded like so many people. അതെല്ലാം കൂടെ വന്നു കഴിയുമ്പം gets messy. I'm tired. It's been a long day. ആ ചൂടത്തോടിച്ചതിൻ്റെ വിഷമം തണുത്ത വെള്ളത്തിൽ കിടന്ന് തീർന്നു. ഹായ് പറയൂ? അയ്യോ പറയൂല. ഹായ് പറയൂല. ദേ പോയി. നമ്മുടെ നാട്ടിൽ ഇറങ്ങി പുള്ളി ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വൈബടിച്ച് നടക്കുക. അപ്പോൾ സതീത എക്സിറ്റ് ഇറങ്ങിപ്പോക്കോളെ. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിനോട്ടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടുമുള്ള സ്നേഹം നന്ദി അറിയിച്ചുകൊള്ളുന്നു. മൊത്തത്തിലൊരു ആശ്വാസമായിട്ടിരിക്കുക. അപ്പം ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഓരോ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. It's your boy Habibi signing off. See you guys in the next one.